ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ഒരു സ്വിച്ച് ഇടണമെങ്കിൽ സഹായത്തിന് ആള് വേണം. പിന്നെ അത് ചെയ്യണമെങ്കിൽ നോക്കി നിക്കണം. ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മൾ വീട്ടമ്മയായിട്ടായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. ഭർത്താവ് ജോലി ചെയ്യുന്നു, കൊണ്ടുവരുന്നു, ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. തളിര് വരുന്ന മുമ്പ് ഒരു ജോലിക്ക് പോയിട്ടില്ല. വീട്ടിൽ മക്കളെ നോക്കുക, കുടുംബം നോക്കുക, അച്ഛനും അമ്മയെ നോക്കുക, വീട്ടിൽ. പിന്നെ ആദ്യം എന്ന് വെച്ചാൽ ഉമ്മി ഒന്നിച്ചാ വന്നോണ്ടിരിക്കുന്നത്. ഇപ്പം തവിട് ഉമ്മിയും വേറെ വേറെ വരുന്നത്. പിന്നെ മാർക്കറ്റിംഗ് പറഞ്ഞ് ഞങ്ങള് കുറച്ച് ദിവസം രണ്ടാള് വെച്ചിട്ട് ഇറങ്ങി നടന്ന്, പക്ഷെ പറ്റുന്നില്ല. നടന്ന് വിൽപ്പന നടത്തൂല, ആവൂല. മരണ വീട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതിന് നമ്മളൊന്നും അങ്ങനെ വാടക ഇത് മേടിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്തില് 9ാം വാർഡിലെ കമ്മന പ്രദേശത്തെ പൂളയ്ക്കൽ തളിര് മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് കുറിച്യ, അടിയ, പണിയ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ തളിരിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കുറിച്യ വിഭാഗത്തിലുള്ള സ്ത്രീകൾ നടത്തുന്ന ഒരു സംരംഭമാണ് ഇത്. എന്റർപ്രൈസ് ആണ് ഇത്. അപ്പോൾ കീസ്റ്റോൺ ഫൗണ്ടേഷന്റെ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ 2018-19 പ്രളയത്തിന് ശേഷം ഒരു സപ്പോർട്ട് കീസ്റ്റോൺ നൽകുകയും തുടർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണിത്. ഇവിടെ ഇപ്പൊ നിലവിൽ 5 സ്ത്രീകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടും ഇവിടെ കറി മസാലാസ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നെല്ല് കുത്താൻ വേണ്ടിയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇവിടെ റെന്റലിന് കുറെ ഫർണിച്ചറും പിന്നെ അതുപോലെ പാത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ സർവീസുകളാണ് ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മന പ്രദേശത്ത് ഇതേപോലെ ഒരു സ്ഥാപനം അതിന്റെ ആവശ്യകത വളരെ ഏറെയായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2018-19 പ്രളയം നമ്മളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിന്. അപ്പൊ അതില് നമ്മൾക്ക് ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൂടുതലായിട്ടും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നതും മാർക്കറ്റിംഗ് ഒക്കെ അവർ അങ്ങനെ തന്നെയാണ്. പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് മാർക്കറ്റിങ്ങിൽ നടത്തുന്നതും. അപ്പോ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന തളിര് എന്ന് പറയുന്നത്. നമസ്കാരം. ചേച്ചിയുടെ പേരെന്താണ്? സരോജിനി. പ്രസിഡന്റായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. മൈക്രോ പ്രോസസ്സിംഗിൽ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ശരി. നമസ്കാരം. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് സുമ. ഞാൻ ഇതിന്റെ ഗജാജിയാണ്. ഓക്കെ. നമ്മളുടെ ഈ മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റിന് നമ്മൾ പേരിട്ടത് തളിര് എന്നാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ആ പേരിലേക്ക് എത്തിയത്? പേരിലേക്ക് വെച്ചാൽ ആദ്യം ഒരു 16 വനിതാ സംഘമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിന്നത്. അത് പുരുഷന്മാരുടെ കെയറോപ്പിലായിട്ടാണ് ഞങ്ങൾ നിന്നത്. ഇത് നമ്മൾ 2018 പ്രളയത്തിന്റെ ആ മുന്നോടിയായിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ ഈ 16 വനിതാ സംഘങ്ങളിൽ നിന്ന് കൂടി ആലോചിച്ച് തന്നെയാണ് ഈ നമുക്കിങ്ങനെ ഒരു തടിയിരുന്ന് പേര് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇട്ടാലോ എന്നുള്ള. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് ഇങ്ങനെ തളിര് ഇട്ടിട്ട് മുന്നോട്ട് പോകാലോ എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ തളിരുന്ന പേര് ഞങ്ങൾ കണ്ടുപിടിച്ചത് തന്നെ. ഞങ്ങൾ തുടക്കത്തിൽ 16 പേരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് ക്ഷയിച്ച് ഇപ്പൊ 5 പേരിൽ എത്തി നിൽക്കുവാണ്. ഇപ്പൊ 5 പേരിൽ നിന്നും ഒരാളിപ്പം ജോലിയായിട്ട് പോയതുകൊണ്ട് ഇപ്പൊ 4 ആളാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. നമ്മളിപ്പം തളിരില് ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു വരുമാന മാർഗങ്ങൾ, എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചി? നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മൾ വീട്ടമ്മയായിട്ടായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. ഭർത്താവ് ജോലി ചെയ്യുന്നു, കൊണ്ടുവരുന്നു, ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പിലേക്ക് നമ്മൾ വന്നു. ഇത് എത്തുന്നവരെ നമ്മൾ തൊഴിലുറപ്പിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കുറച്ച് ചെറിയ വരുമാന മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അധികമില്ല. 100 പണിയൊന്നും നമുക്ക് തയ്ക്കാനൊന്നും പറ്റൂല അന്ന്. ഇപ്പം ഇത് വന്നപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥിരം ഒരു പണി ഉണ്ട്. നമ്മളുടെ ഈ തളിര് മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് എപ്പോഴാണ് തുടങ്ങിയത്? നമുക്ക് 2018 ഒരു പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രളയം വന്ന ശേഷം എല്ലാവർക്കും ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രതീഷ് എൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾക്കതിൽ പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. ആ സമയത്ത് നമുക്ക് പുരുഷന്മാരുടെ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുരുഷന്മാരുടെ സംഘത്തിൽ അധികവും ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നെയായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇതിൽ വെച്ചിട്ട് അവരുടെ ഭാര്യമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇത് പ്രവർത്തിച്ചാലോ എന്ന് പ്രതീക്ഷ പറയുകയുണ്ടായി. ആ ആ ഇതിലാണ് ഞങ്ങളും അവരുടെ ഇതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ 2018 നമ്മുടെ സ്ഥാപനം തുടങ്ങാൻ പ്രേരണ ഉണ്ടായത് തന്നെ. ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ആശയം മുന്നോട്ട് വെച്ചത്. നമ്മളിപ്പം ഈ യൂണിറ്റ് തുടങ്ങിയപ്പോ ഇപ്പൊ ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം തുടങ്ങിയ സമയത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെ പൊടികൾ മാത്രമായിരുന്നു, അല്ല നെല്ലൂത്തൽ അങ്ങനെ മാത്രമായിരുന്നു? അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് തുടങ്ങിയ സമയത്ത് മുളക്, മല്ലി, പിന്നെ അങ്ങനെ മുത്താറി, ഈ 3 സാധനങ്ങളായിരുന്നു ഞങ്ങൾ ആദ്യം കുറച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ കൂടുതലൊന്നും ചെയ്യുന്നില്ല, ഒരു 10 കിലോ. ആ 10 കിലോത്തിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ 10 കിലോ വെച്ചിട്ടായിരുന്നു ഞങ്ങളിത്. അപ്പം നമ്മൾ ഈ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെയാണ് ഇത് പിന്നെ മേടിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മൾ എടുക്കുന്നു, എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ ചെയ്തുകൊണ്ടിരുന്നത് കഴുകി ഉണക്കുന്നതിന് വേണ്ടിയിട്ട്? മഴയുള്ള സമയത്ത് നമ്മൾ ഈ സാധനങ്ങൾ കഴുകുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് മെഷീനും കാര്യങ്ങളിലൊക്കെ ഒരു ഡ്രയർ കിട്ടിയിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കി എടുക്കുന്നുണ്ട്. ഇപ്പം തളിര് വന്നതിന് ശേഷം തളിരിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തളിരിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെ ജോലികളിലാണ് ചേച്ചി ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെ ജോലികളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? തളിര് വരുന്ന മുമ്പ് ഒരു ജോലിക്ക് പോയിട്ടില്ല. വീട്ടില് മക്കളെ നോക്കുക, കുടുംബം നോക്കുക, അച്ഛനും അമ്മയെ നോക്കുക, വീട്ടില്. എന്തായിരിക്കും വരുമാന മാർഗം എന്ന് പറയുന്നത് വീട്ടില്? ഏട്ടൻ പണിക്കൊന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മക്കളെല്ലാം ചെറുതായിക്കൊണ്ട് അത് സ്കൂളിലെല്ലാം വിടുന്നല്ലേ, അതുകൊണ്ട് ഓടിപ്പോന്നത്. കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അതിന് വേണ്ടിട്ട് തളിര് വന്ന പിന്നെ ഇവിടെ പണിയെടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. പക്ഷെ ആദ്യം സ്റ്റാർട്ടിങ് മിഷനിൽ തൊടാൻ പേടിയായിരുന്നു. ഇപ്പൊ അതൊക്കെ കുഴപ്പമില്ല. നമ്മൾക്ക് തുടക്കത്തിൽ കുറച്ച് മാത്രം പ്രൊഡക്ട്സേ ഉള്ളൂ എന്ന് മുമ്പ് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്? എത്രത്തോളം നമ്മുടെ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് മെച്ചപ്പെട്ടിട്ടുണ്ട്? ഞങ്ങൾ സ്റ്റാർട്ടിങ് 5 കിലോ മുളക്, 5 കിലോ മല്ലി, 5 കിലോ മുത്താറിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 കിൻഡല് 2 കിൻഡല് സാധനം നമ്മൾ പൊടിക്കുന്നുണ്ട്, പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെയുള്ള ആൾക്കാരും വാങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി ആവട്ടെ, എല്ലാ സാധനങ്ങളും ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഉണക്കി കൊടുക്കുന്നുണ്ട്. എത്ര ഐറ്റംസ് ഉണ്ട് ഇപ്പോ മസാല പൗഡേഴ്സ് ഒക്കെ? ഇവിടെ 10-20 ഐറ്റംസ് ഉണ്ട് ഇപ്പൊ. ഉണ്ടല്ലേ. അപ്പം അല്ലാതെ ഇപ്പൊ വേറെ എന്തെങ്കിലും ഇപ്പൊ വെളിച്ചെണ്ണ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ മാർക്കറ്റിങ്ങിനായിട്ട് വെക്കാറുണ്ടോ? അല്ല ഇവിടുന്ന് പൊടിക്കുന്ന പൊടികൾ മാത്രമാണോ? ഇല്ല, ഞങ്ങൾ ഇവിടെ പൊടിക്കുന്ന പൊടികളെല്ലാം പുറത്തുനിന്ന് വരുന്നത് പൊടിച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തായിരുന്നു, അത് കുറച്ച് പൈസ നഷ്ടം വന്നപ്പോ ഞങ്ങൾ അത് നിർത്തി. പിന്നെ പൊടിച്ചു കൊടുക്കുന്നുണ്ട്, പൊടി വറുത്ത് കൊടുക്കുന്നുണ്ട്, കാപ്പി വറുത്ത് കൊടുക്കുന്നുണ്ട്, നെല്ല് കുത്തുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ ബേക്കറി അങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? എന്താണ് ഇനിയിപ്പോ കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ 5 പേരുണ്ട്. അതിൽ ഒരു ചേച്ചിക്ക് ജോലി കിട്ടിയോണ്ട് അവർ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ 4 പേര്. ഞങ്ങൾ കുറച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ പണിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറെ പൈസ എടുത്താൽ പിന്നെ നമുക്ക് സാധനം ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് 500 രൂപ എടുക്കുന്ന സ്ഥലത്ത് ഒരു 200 രൂപ നമ്മൾ എടുക്കുന്നു ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഒരു 10 രൂപ കൂട്ടി എടുക്കണം പറഞ്ഞാൽ നമ്മൾ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കണം, അത് വിൽപ്പന നടക്കണം, എന്നാലേ നമുക്ക് 500 രൂപ കൂലി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇപ്പൊ മിച്ചറ്, പിന്നെ നുറുക്ക്, ചിപ്സ്, പിന്നെ കായ് വറുത്തത് എല്ലാം ചെയ്യുന്നു, ചക്ക വറുത്തത് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അച്ചാറുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങള് അത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 4 പേരാണ് ഫുൾ ടൈം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാനുള്ളതെന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ 4 പേരെ വെച്ചിട്ട് മാർക്കറ്റിംഗ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ തളിരിന്ന് വിഷ്ണു വരുന്നുണ്ട്, അവന് മാർക്കറ്റിംഗ് ആയിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ള നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ അവന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് വന്ന സാധനം വാങ്ങുന്നവര് വീണ്ടും ഇവിടെ വന്ന് സാധനം വാങ്ങുന്നുണ്ട്.
ഇവിടെ ഒരിക്കൽ വന്നവർ പിന്നെ എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ വന്ന് എല്ലാ സാധനങ്ങളും വാങ്ങുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് പറഞ്ഞ ഞങ്ങള് കുറച്ച് ദിവസം 2 ആള് വെച്ചിട്ട് ഇറങ്ങി നടന്ന്, പക്ഷെ പറ്റുന്നില്ല, നടന്ന് വിൽപ്പന നടത്തൂല, ആവൂല, കൈ കാലിനെല്ലാം വയ്യ, അതുകൊണ്ട് വിൽപ്പന ഇല്ല. പക്ഷെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഞങ്ങള്. നമ്മള് കീസ്റ്റോണിൽ നിന്നല്ലാണ്ട് പുറമേ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് കുടുംബശ്രീ ആദ്യം നമ്മൾ ഈ തളിയിലേക്ക് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും വേറെ വേറെ പല കുടുംബശ്രീകളിലായിരുന്നു. പിന്നീട് നമ്മൾ എല്ലാവരും കൂടെ ഒരു കുടുംബശ്രീ, ഈ അംഗങ്ങളെല്ലാം കൂടെ ഒരു കുടുംബശ്രീ ആയിട്ട് പ്രവർത്തിച്ചിരുന്നുണ്ട്. ഇപ്പം ഈ കുടുംബശ്രീ ആയിട്ട് അങ്ങനെ പ്രവർത്തിച്ച സമയത്ത് ഇവര് ജില്ലാ മിഷന്റെ ഒരു നേതൃത്വത്തിൽ നമുക്കൊരു ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 15 ദിവസത്തെ ട്രെയിനിങ് കൽപ്പറ്റ ഗ്ലോബലിൽ വെച്ചിട്ട് നമുക്ക് 15 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടി. 2 പേര് പോയി, ഇവിടുന്ന് 2 പേര് പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് മസാലകൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം നമ്മൾ കൂടുതൽ മസാലകൾ അവിടുന്ന്, ആ ട്രെയിനിങ്ങിന് ശേഷമാണ് കൂടുതൽ മസാലകൾ ചെയ്യാൻ ഇപ്പം സാധിക്കുന്നത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് അവര് ഇങ്ങനെ കുറച്ച് ഫണ്ട് തരാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ആദ്യം കിസ്റ്റോൺ തന്ന മെഷീൻ കുറച്ച് ചെറുതായിരുന്നു, നെല്ലുകുത്ത് മെഷീൻ. കുറച്ച് ടൈമൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് അവരിങ്ങനെ ലോണ് തരാന്ന് പറഞ്ഞു. അങ്ങനെ 1 ലക്ഷം രൂപ അവര് ലോണായിട്ട് തന്നു. അപ്പൊ നമ്മള് നെല്ലുകുത്ത് മെഷീൻ കുറച്ച് വലുതാക്കി എടുക്കാന്നുള്ള ഒരു ആശയം വന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ നെല്ലുകുത്ത് മെഷീൻ ഇപ്പൊ കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്. അവരെ ഇതുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നെല്ല്, പിന്നെ ഒരുപാട് ഇപ്പം കൃഷികളാണ് ഇപ്പൊ അധികം, നെൽകൃഷിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അധികം നമുക്ക് വരുന്നത് അതാണ്. ഇപ്പൊ നെല്ലുകുത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ പൊടിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം എന്ന് പറയുന്നത് നെല്ലുകുത്ത് തന്നെയാണ്. ഇത് വന്നതിന് ശേഷം ഇപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ അടുത്തുള്ള പ്രാദേശികമായിട്ട് എല്ലാവരും ഇവിടെ തന്നെ അധികം കുത്താൻ വരുന്നത്. പിന്നെ ആദ്യം എന്ന് വെച്ചാൽ ഉമ്മി ഒന്നിച്ചാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തവിട് ഉമ്മിയും വേറെ വേറെയാണ് വരുന്നത്. ഇപ്പൊ തവിടിനാണെങ്കിലും ഉമ്മിക്കാണെങ്കിലും ഓർഡറായിട്ട് ഇപ്പൊ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് മെച്ചം വരുന്നത്? മെച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ, അവർക്ക് ദൂരെ എന്നൊക്കെ പറയുമ്പോൾ വണ്ടി പിടിച്ചു പോകണം. ഇവിടെ അടുത്താകുമ്പോൾ എന്താ പറയാ, വണ്ടിക്കൂലി വേണ്ട. പെട്ടെന്ന് വന്നാൽ അവര് നമ്മൾ ടൈം കഴിഞ്ഞാൽ പോലും അവര് വന്നാൽ പെട്ടെന്ന് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ 2 ആഴ്ച ആയിട്ടുള്ള ഒരു ചേച്ചി ജോലി കിട്ടി പോയിട്ട് ഇപ്പൊ 4 പേരാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ആരെങ്കിലും 1 കിലോ അരി കൊണ്ടുവന്നാല് സ്വന്തം ചെയ്തു കൊടുക്കാനുള്ള മനസ്സിപ്പൊ നമ്മൾ കാണിക്കുന്നുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ഒരു സ്വിച്ച് ഇടണമെങ്കിൽ സഹായത്തിന് ആള് വേണം. പിന്നെ അത് ചെയ്യണമെങ്കിൽ നോക്കി നിക്കണം, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പിന്നെ അതിനൊക്കെ മെഷീൻസിനോടുള്ള പേടിയൊക്കെ മാറി. അതിന്റെ പേടിയൊക്കെ മാറി. ചേച്ചി, നമ്മളുടെ ഈ കമ്മന പ്രദേശത്ത് ഏതൊക്കെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാ ഉള്ളത്? ഇവിടെ തളിരില് ഏറ്റവും കൂടുതൽ ഏത് കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാ വർക്ക് ചെയ്യുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാല് അധികം ST കുറിച്യ വിഭാഗമാണ് കൂടുതലുള്ളത്. പിന്നെ പണി ഉണ്ട്, അടിയില് കുറവാണ്, എന്നാൽ ഉണ്ട്. പക്ഷെ നമ്മളെ ഈ തളിരിലുള്ളത് അധികം കുറിച്യ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അപ്പൊ നമ്മളുടെ ഈ തളിര് നടത്തിപ്പ് എന്ന് പറയുന്ന ഒരിക്കലും 10 മണി മുതൽ 5 മണി വരെ ആ ഒരു സമയത്തിനുള്ളിൽ വരില്ല. അപ്പൊ ഈ ഒരു തളിരിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്? നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. വീടുകളിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സാധനം പോയി ചോദിച്ചാലൊക്കെ പെട്ടെന്ന് തരാനും എല്ലാത്തിനും എല്ലാവരും നല്ല രീതിയിലാണ്. അതുപോലെ സാധനം മേടിക്കുന്നതും നമ്മൾ കഴുകി ഉണക്കി ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്. നമ്മൾ വൃത്തി ചെയ്യുന്നുണ്ട്, അവര് നല്ല വിശ്വാസത്തിലാകൊണ്ട് വന്ന് മേടിക്കുന്നുണ്ട്. വാങ്ങിയ ആള് പിന്നെ നമ്മളെ ആളില്ലെങ്കിൽ പോലും വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ്. ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. നമ്മളിപ്പം തളിരിൽ വന്നതിന് ശേഷവും അതിനു മുമ്പ് നമ്മൾ പുറത്ത് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് സമയക്രമീകരണം നടത്തുന്നത്? അതിൽ നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്? രണ്ട് സിറ്റുവേഷനെ വെച്ചിട്ടൊന്ന് പറയാമോ? ഇപ്പം സാധാരണ കൂലിപ്പണിക്ക് എന്ന് പറയുമ്പോൾ 8 മണിക്ക് ഇറങ്ങണം, പിന്നെ 5 മണി വരെ. 8 മണിക്ക് രാവിലെ നല്ല തിരക്കാണ്, സ്കൂളിൽ മക്കളെ വിടണം. എന്തായാലും എല്ലാ പണിയും തീർത്തിട്ട് പോകാനുള്ള ടൈം എന്തായാലും ഉണ്ടാവില്ല. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പണി എന്തായാലും തീരില്ല, പകുതിയൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് 9 മണിയാക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരു ഇച്ചിരി മക്കളൊക്കെ ഒരുക്കാൻ കുറച്ച് ടൈം കിട്ടി. അതും 5 മണി വരെ തന്നെയാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം സ്ഥാപനമാണ്. നമുക്ക് എല്ലാ പണിയും തീർത്ത് 10 മണിയാണ് നമ്മളെടുത്ത സ്റ്റാർട്ടിങ്. അപ്പോഴത്തേക്കും നമ്മളെല്ലാ പണികളും തീർക്കാം. നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ട്, നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയാ, പെട്ടെന്ന് ഇങ്ങനെ ഒരു അർജന്റ് എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 പേരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറി മാറി നിൽക്കുന്നുണ്ട്. ആരെയും പറഞ്ഞാൽ അവര് ചെയ്തോളും. ഇപ്പൊ തളിരില് ഒരു അംഗമായിട്ട് വരുന്നതിന് മുമ്പ് ചേച്ചി എന്തൊക്കെ ജോലിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് ഇതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്.
പിന്നെ തൊഴിലുറപ്പ് വന്നതിന് ശേഷം തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. പിന്നെ എന്നതിന് ശേഷമാണ് ഇതിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത്. കൂലിപ്പണി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ പണിയായിരിക്കും ഉണ്ടാവുക? കൂലിപ്പണി എന്ന് പറയുമ്പോൾ അധികം കൃഷിപ്പണിയാണ്. ഞാറ് പറിക്കുക, നടുക, പിന്നെ ഇഞ്ചി നടാൻ പോവുക. അധികം ഇഞ്ചിപ്പണിയും നെൽകൃഷിയാണ് മെയിനായിട്ട് കൂലിപ്പണിയിൽ വരുന്നത്. ഇഞ്ചി കൃഷി, നെൽകൃഷി അങ്ങനെയുള്ള. ഇപ്പം വലിയ പെണ്ണുങ്ങളാകുമ്പോൾ വാഴ കൃഷിക്കൊന്നും അങ്ങനെ പോക്കില്ല. ഇപ്പൊ ലേഡീസ് അധികം പോകുന്നത് ഇപ്പം നെൽകൃഷിക്കും ഇഞ്ചി നടല് അങ്ങനെയുള്ള കൃഷികൾക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പിന്നെയാണ് തൊഴിലുറപ്പ് വന്നതിന് ശേഷം തൊഴിലുറപ്പിൽ ഇപ്പം ഈ തോട്ടംകള, തോടുപണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നത്. ഇപ്പം തളിര് മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണല്ലോ. അപ്പം പൊടി പൊടിക്കുക അല്ലെങ്കിൽ മസാലാസ് വിൽപ്പനയ്ക്ക് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണോ ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കൂടെ നമ്മളിപ്പം എന്താ പറയാ, ഈ വാടകയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷന് ആവശ്യങ്ങൾക്കുള്ളൊരു കുറച്ചൊരു 100 പേർക്കുള്ളൊരു ചെറിയൊരു ഫംഗ്ഷനുള്ളൊരു സാധനങ്ങൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. കസേര, ടേബിള്, പിന്നെ പാത്രങ്ങള്, അതിന് പ്ലേറ്റ്, ഗ്ലാസ്, ബക്കറ്റ്, പിന്നെ തവി, കോരികള്, ഇങ്ങനെയുള്ള പിന്നെ അതിന്റെ കൂടെ ഗ്രൈൻഡർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടുന്ന് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വെച്ചാൽ പുറത്തുനിന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങണ്ട. പെട്ടെന്ന് ഇപ്പൊ ഇവിടെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് ദിവസം ഇവിടെ ഒന്ന് ഓടി എല്ലാവരും വന്ന് എടുക്കുന്നുണ്ട്. ദൂരെ പോകണ്ടല്ലോ. അത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഉപകാരപ്രദമാണ്. നമ്മുടെ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മരണ വീട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതിന് നമ്മളൊന്നും അങ്ങനെ വാടക മേടിക്കുന്നില്ല. അതിന് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഷോപ്പും തളിരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നൊന്ന് പറയാമോ, ഈ വാടക സാധനം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ? നമ്മൾ ഈ തളിരിൽ ഇത് കൊണ്ടുവരുന്നതിന് മുന്നേ പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് ഇപ്പം ചേർന്നൊക്കെ 7 രൂപയായിരുന്നു പിന്നെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം തളിരിലാകുമ്പോൾ നമ്മളിപ്പോ 5 രൂപ നിരക്കിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസിന്റെയും കൂടെ പറയാമോ? ടേബിളൊക്കെ എത്ര രൂപയ്ക്ക്? ചെയറൊക്കെ നമ്മൾ 20 രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ട്. പക്ഷെ നമ്മളിവിടെ 15 ടേബിള് 15 രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. മറ്റു പാത്രങ്ങള് ഇത്ര ദിവസത്തിനുള്ളിൽ വരണം എന്നാണ്. അപ്പൊ ഗ്രൈൻഡർ ഒക്കെ ഒരു ദിവസത്തേക്കാണ് നമ്മളങ്ങനെ, ഒരു ദിവസത്തേക്കാണ് 5 രൂപ മേടിക്കുന്നത്. അത് 2 ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ ഈ വാടക സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്തൊക്കെയാന്ന് പറയാമോ? ഇപ്പം നമ്മളിപ്പം ഇങ്ങനെ വാടക കൊടുക്കുന്നത് ഈ ഉന്നതികൾ, അതായത് അവരൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് അങ്ങനെ മേടിക്കാറില്ല വാടകയൊന്നും. അവരെ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ കുറെ അളവുകൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ മേടിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആദിവാസി ഗ്രന്ഥാലയമുണ്ട്, ഗോത്രദീപം വായനശാല എന്ന് പറയുന്നത്. അവിടെ എന്ത് പരിപാടിക്കും നമ്മൾ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. നമ്മൾ മേടിക്കാറില്ല.